PSC കോഴ നിയമസഭയിൽ. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവനേതാവ് പണം തട്ടിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുന്നു പ്രതിപക്ഷം. നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയും നൽകി. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂളിക്കെതിരെ ഉയർന്ന പരാതിയിൽ പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മന്ത്രി PA മുഹമ്മദിന്റെ അയൽക്കാരനാണ് പ്രമോദ് കൊട്ടൂളി. മന്ത്രി ഇടപെട്ട് PSC അംഗത്വം ഉറപ്പാക്കുമെന്ന് പറഞ്ഞാണ് ഇയാൾ 22 ലക്ഷം രൂപ വാങ്ങിയതെന്ന് കോഴിക്കോട്ടെ ഡോക്ടർ ദമ്പതിമാർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയോഗിച്ച 4-അംഗ കമ്മീഷൻ അന്വേഷണം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് പ്രമോദ് കൊട്ടൂളിക്കെതിരെ നടപടി സ്വീകരിച്ചേക്കും. വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു. തട്ടിപ്പുകാർക്കെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റു പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ്. തന്റെ പേര് വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചിഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അന്യായമല്ലേ ശരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. PSC അംഗത്വം CPIM തൂക്കിവിൽക്കുന്നുവെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ. ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടിയെ CPM തൂക്കി വിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത്. ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. ജില്ലയിലെ CPIM നേതൃത്വത്തിനിടയിലെ ഭിന്നതയാണ് പരാതി പുറത്തുവരാൻ ഇടയാക്കിയതെന്നാണ് സൂചന. 24 കോഴിക്കോട്. പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ അന്വേഷണങ്ങൾ നടക്കട്ടെ, കതിരും പതിരും വ്യക്തമായി വരട്ടെ.